എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, പരീക്ഷ റെഗുലറായി പരീക്ഷ എഴുതിയ സമയത്ത് സെം എക്സാമുകൾ ഫെയിലായി, എന്നാൽ പിന്നീട് സപ്ലിമെൻ്ററി പരീക്ഷയിലൂടെ ആ വിഷയങ്ങൾ ക്ലിയർ ചെയ്തു, സെം പാസ്സാവുകയും ചെയ്തു, പിന്നെ ജയിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ പരീക്ഷ എഴുതിയപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഫെയിലായി പോയിരുന്നു. എന്നാൽ പിന്നീട് സപ്ലിമെൻ്ററി പരീക്ഷയിലൂടെ ആ വിഷയങ്ങൾ ജയിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി പരീക്ഷയിലൂടെയാണ് ജയിക്കാൻ സാധിച്ചത്. ഇനി എങ്ങനെയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ റെഗുലറായി പരീക്ഷ എഴുതുന്ന സമയം നിങ്ങൾ ഫെയിലായി പോവുകയും പല സെമ്മ പരീക്ഷകളും ഫെയിലായി പോവുകയും പിന്നീട് 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഒക്കെ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുകയും ആ വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും. ആദ്യം ഫെയിലായിരുന്നു, പിന്നീട് പാസ്സായിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യുക പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം തോറ്റു, അതായത് നിങ്ങൾ റെഗുലർ പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ തോറ്റു, പിന്നീട് സപ്ലിമെൻ്ററിയിലൂടെയാണ് നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിനെ നിങ്ങൾ നേരിട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പരീക്ഷാ ഭവനിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ ചലാൻ ഉൾപ്പെടെയുള്ളവ അടയ്ക്കുകയും നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോവുക, ശേഷം അവിടെ പറയുക, ഞാൻ റെഗുലറായിട്ട് പരീക്ഷ എഴുതിയ സമയത്ത് ഞാൻ ഫെയിലായിരുന്നു, എന്നാൽ പിന്നീട് 1.5 വർഷം കൊണ്ട് ഞാൻ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുകയും ഞാൻ ആ വിഷയങ്ങൾക്കെല്ലാം പാസ്സാവുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ സെമ്മുകളും ഞാൻ പാസ്സാണ്. അപ്പോൾ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്ന് യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെടുക. അന്നേരം നിങ്ങൾക്ക് ചലാൻ അടയ്ക്കുകയും ശേഷം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഡിഗ്രി ഇപ്പോൾ നിലവിൽ പാസ്സാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിലവിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നേരിട്ട് പോവുക, ശേഷം ചലാൻ അടയ്ക്കുക, ശേഷം സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം അധികമൊന്നും വൈകില്ല, ഏതാണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം കൊണ്ട് മീൻസ് 1-2 ദിവസങ്ങൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ ഭവനിൽ പോവുക, ശേഷം ചലാൻ അടയ്ക്കുക, ശേഷം അവിടെ പരീക്ഷാ വിഭാഗ ഉദ്യോഗസ്ഥരോട് കാര്യം പറയുക, ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. മിനിമം 2-3 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.